കേരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഭാഗവത സപ്താഹയജ്ഞം 27 വരെ നടക്കും. സപ്താഹയജ്ഞത്തിന്റെ ഭദ്രദീപ പ്രജ്വലനം ചെട്ടികുളങ്ങര മുൻ മേൽശാന്തി കൃഷ്ണൻ നമ്പൂതിരി നിർവഹിച്ചു. കേരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഭാഗവത സപ്താഹയജ്ഞം 27 വരെ നടക്കും. സപ്താഹയജ്ഞത്തിന്റെ ഭദ്രദീപ പ്രജ്വലനം ചെട്ടികുളങ്ങര മുൻ മേൽശാന്തി കൃഷ്ണൻ നമ്പൂതിരി നിർവഹിച്ചു. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. കലിയുഗത്തിലെ ഏറ്റവും വലിയ അമൃതാണ് ഭാഗവതം. ഭാഗവതത്തിലെ അർത്ഥം തന്നെ ഭഗാരാൽ ഭക്തിരുൽപ്പന്ന, ഗകാരാൽ ഗർവനാശന, വകാരാൽ വാക്യസുന്ദര, തകാരാൽ തത്വസംഹിത, മകാരാൽ മുക്തിദായക. ഭാഗവതം ശ്രവിച്ചാൽ അല്ലെങ്കിൽ ഭാഗവതം പാരായണം ചെയ്താൽ നമുക്ക് കിട്ടുന്ന വ്യവസ്ഥയാണ് ആചാര്യൻ അവിടെ പറഞ്ഞേക്കുന്നത്. ഭഗാരാൽ ഭക്തിരുൽപ്പന്ന, താനെന്ന ഭാവം നമുക്ക് ഇല്ലാതായിട്ട് ഭക്തിയെ ജനിപ്പിക്കും. ഗകാരാൽ ഗർവനാശന, അല്ലേ? എൻ്റെ വീട്, എൻ്റെ വസ്തു, എൻ്റെ ശരീരം, ഇതൊക്കെ അങ്ങ് മാറും. പിന്നെന്താണ്? ഇതെല്ലാം ഭഗവാനാണെന്ന് മനസ്സിലാവും. വകാരാൽ വാക്യസംഹിത, വാക്യങ്ങളെ കൊണ്ട്, സംഹിതകളാകുന്ന വാക്യങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. തകാരാൽ തത്വസംഹിത, മൊത്തം തത്വമാണ് ഭാഗവതത്തിൽ. അവസാനം എന്താ കിട്ടുന്നേ? എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്? എന്താണ്? മോക്ഷം, മുക്തി. ആ മുക്തിയാണ് തരുന്നത്. ഭാഗവതത്തിലെ ഓരോ കഥകളും വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് പുതിയ പുതിയ കഥകൾ കേട്ട പോലെ. കണ്ണടച്ച് ഭഗവാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ വെണ്ണയൊക്കെ കഴിച്ച് ആ ഓടക്കഴുവിലൊക്കെ ഊതി ഭഗവാൻ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് മനസ്സിൽ കാണാൻ കഴിയുമെങ്കിൽ, എരിവ ഭഗവാന്റെ മുമ്പിൽ നടത്തുന്ന ഈ മഹത് യജ്ഞം എത്രയോ വർഷങ്ങളായിട്ട്, അതായത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങിയതാണെന്നാണ് ഞാൻ ധരിച്ചു വെച്ചേക്കുന്നത്. അത്രയും വർഷത്തെ പൈതൃകമുള്ള നമ്മുടെ ഇവിടെ. അതുപോലെ തന്നെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, അകൃഷ്ണസാര അബ്രഹ്മണ്യത്വ ദേശം നീചമെന്ന്. കൃഷ്ണനില്ലാത്ത ദേശം, ഭഗവാന്റെ നാമം ജപിക്കാത്ത ദേശം, ബ്രാഹ്മണാറ്റ് ജീവിക്കുക. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ പേരല്ല, പകരം വ്യവസ്ഥയുടെ പേരാ. എന്താ? രാവിലെ എണീക്കുക, ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കുളിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക. അതാണ് ബ്രാഹ്മണ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ശരീരത്തിന്റെ കുറിയെ ഒരു പൂണൂരിടുന്നതല്ല ബ്രാഹ്മണ്യം. പകരം ആ വ്യവസ്ഥയിൽ ജീവിക്കുക എന്നുള്ളതാണ്. സേതുലക്ഷ്മിപുരം വിമൽ വിജയാണ് യജ്ഞാചാര്യൻ. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് 24-ന് രാത്രി 8 മുതൽ ഗുരുവായൂർ കലാനിലയം അവതരിപ്പിക്കുന്ന കൃഷ്ണനാട്ടം നടക്കും. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് വിവിധ ദിനങ്ങളിലായി വിദ്യാഗോപാല മന്ത്രാർച്ചന, സർവ ഐശ്വര്യ പൂജ, ആധ്യാത്മിക പ്രഭാഷണം, ഭജൻസ്, മ്യൂസിക് ഫ്യൂഷൻ, വിദ്യാഭ്യാസ അവാർഡ്, പുരാണ പ്രശ്നോത്തരി, കുത്തിയോട്ടം, നൃത്തസന്ധ്യ എന്നിവയും നടത്തും. ക്ഷേത്ര മേൽശാന്തി ഉണ്ണികൃഷ്ണൻ പോറ്റി, ഉപദേശക സമിതി പ്രസിഡന്റ് പി അനിൽകുമാർ, സെക്രട്ടറി വി സുമേഷ് കുമാർ, വൈസ് പ്രസിഡന്റ് ഡി ബാബുക്കുട്ടൻ, കമ്മിറ്റി അംഗങ്ങളായ പി വി മുരളി പച്ചങ്കുളത്ത്, കണ്ണൻ വാസുഭവനം, മഞ്ജു സുരേഷ്, കെ അനിൽകുമാർ, ആർ ശശിധരൻ പിള്ള, വിശ്വനാഥൻ നായർ, സി ജി രാജേഷ്, എസ് ശ്രീകുമാർ,
എസ് വിനീഷ് കുമാർ, എസ് സുജ, കരകമ്മിറ്റി, ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, കായംകുളം.